അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനം 24ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം ഞാൻ ഈ ഭക്തിയിൽ ഉൾപ്പെടുത്തണമോ ഉൾപ്പെടുത്തണ്ടേ എന്ന് ഞാൻ വളരെ പല പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചോദ്യം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരാളുടെ ചോദ്യം ആയതുകൊണ്ട് നമുക്കതിന് ആൻസർ പറയൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ്. ചോദ്യം ഇതാണ്: ദഫ്കളി മേഖലയിൽ വിപുലമായ അവലോകന രീതി കൊണ്ടുവന്നത് താങ്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും പല സ്ഥലങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? ഇതിനുത്തരം പറയുമ്പോൾ കുറച്ച് വിശദമായിട്ട് പറയാൻ ആവശ്യമായി വരുന്നു. ഞാനൊരു പരിശീലകനും ഇതിന്റെ ചിന്തകനും ഇതിന്റെ ഒരു പരിപാലകനും ഇതിന്റെ ഒരു പരിചാരകനും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ഇതിന്റെ ആഴങ്ങളിലൂടെ അന്വേഷിക്കുന്നത് കൊണ്ട് എൻ്റെ അവലോകനം വ്യത്യസ്തത കാണുകയും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും അത് പരിശീലകർക്കും എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം മാത്രമല്ല, മത്സരവേദികളിൽ എൻ്റെ ഈ അവലോകനം തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകം ഇനമായിട്ട് തന്നെ അതിന്റെ വഴികളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇത് എൻ്റെ പേരിൽ ചാർത്തപ്പെടുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ട്. ഇവിടെ എന്റെ വേദികളിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, പല വിധികർത്താക്കളുടെ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. ഇത് എല്ലാ സീസണിലും ഉള്ളതാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷം പൊതുവെ പ്രോഗ്രാം കുറവായതുകൊണ്ട് ഇതിന്റെ ഇരകൾ, വിധികർത്താക്കളായ ആളുകളാൽ ഉള്ള ഇരകൾ കുറച്ച് കുറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നങ്ങൾ എല്ലാവരുടെ വേദികളിലും ഉണ്ടാവാറുണ്ട്. രണ്ടാമതായിട്ട് അതിന്റെ ആൻസർ എന്റെ നിരീക്ഷണം എന്ന് പറയുന്നത് അത് കുറച്ചു ആഴത്തിലാണ്. ഞാനൊരു പരിശീലകനാണ്. പലപ്പോഴും ഈ ചോദ്യകർത്താക്കൾ, ഞാൻ വിധി നിർണയിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഈ ചോദ്യകർത്താക്കളുടെ മുന്നിൽ ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതെന്താ വെച്ചാൽ, ഇവരോട് എന്താണ് ഞാൻ പറയുക? കാരണം അവരുടെ ഒരു നിലവാരം, അവർ നിൽക്കുന്ന സ്റ്റേജ് എവിടെയാണ് എന്ന് എനിക്ക് മനസ്സിലാവും. അവരുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും അവരുടെ ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കും, ഇവരോട് എന്താ പറയേണ്ടത്? മൂസാ നബി സ്വല്ലല്ലാഹു തന്നെ ജനതയോട് പറഞ്ഞു, അല്ലയോ ജനതയെ, നിങ്ങളോട് എനിക്ക് പലതും പറയാനുണ്ട്. പക്ഷേ അത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല. അതാണ് അതിലുത്തരം. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എന്റെ പിറകെ പരിശുദ്ധാത്മാവ് വരാനിരിക്കും, അതായത് ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് വരുന്ന കാലത്ത് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഇവരോട് എന്താണ് പറയുക എന്നുള്ള ഒരു ദയനീയാവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാനതിൽ നിന്ന് ചിരിച്ച് അതിൽ നിന്ന് മാറി നിൽക്കാനാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പിന്നെ പറഞ്ഞു കൊടുക്കാറുമുണ്ട്, മനസ്സിലാകുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ ഉത്തരം. എന്റെ നിരീക്ഷണം കുറച്ച് ആഴത്തിലാണ്. അതിന്റെ ക്വാളിറ്റി, കുട്ടിക്കളികളുടെ മെയ്വഴക്കം, പെർഫെക്ഷൻ, പാട്ടും കളിയും തമ്മിലുള്ള ചേർച്ച, വശ്യത, പുതുമ, അതായത് അപ്ഡേറ്റഡ് എത്രത്തോളം ഓരോ സീസണിലും വന്ന സാധനങ്ങളിൽ നിന്ന് അപ്ഡേറ്റഡ് എത്രത്തോളം ഇവരിലുണ്ട് എന്ന ആ വിഷയം വരെ ഞാൻ ആലാപനം, അതിലുള്ള വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ആഴത്തിലുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ നിരീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ ഇതൊന്നും അല്ല. അപ്പൊ അവരോട് എന്ത് പറയണമെന്ന് നമുക്ക് മനസ്സിലാവില്ല, അറിയില്ല. നമുക്ക് നമ്മുടെ ദയനീയ അവസ്ഥ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതൊന്നും വിഷയമല്ല. അതൊക്കെ കുട്ടികൾ അവർ കളിച്ച് വർഷം എടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു വികാരം പുറത്തു വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ബാധ്യതപ്പെട്ടവരാണ് വിധികർത്താക്കൾ. അവരോട് കൂടെ നിന്ന് കുട്ടികളും തന്നെ മനസ്സിലാക്കേണ്ടത് പറ്റാലകൊലപ്പെടുന്നത് ഒരു ദീനിന്റെ മേഖലയാണ്. ആ രീതിയിലൊക്കെ കണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പോകണം. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മത്സരത്തിൽ എനിക്ക് എന്റെ മുന്നിൽ കുറച്ച് ഒരു ടീം വരികയുണ്ടായി. ടീമിനൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ മുന്നിൽ കളിച്ച, അതായത് കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ താടി മീശയ്ക്ക് മുളക്കുന്നതിന് മുമ്പ് എന്റെ മുന്നിൽ കളിച്ചിരുന്ന മക്കളാണ്. അവർ എന്നിൽ നിന്ന് പ്രൈസ് മേടിച്ച് സന്തോഷിച്ചു പോയ മക്കളാണ്. പക്ഷെ അവർ പരിശീലിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, അവർക്ക് കിട്ടാതിരിക്കുമ്പോൾ, പ്രൈസ് വരാതിരിക്കുമ്പോൾ, അവര് നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് നോക്കലില്ല. കാരണം അവര് നമ്മോട് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ഭാവങ്ങളൊക്കെ നമുക്ക് കാണുന്നത്. അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പലപ്പോഴും മാറി നിൽക്കലാണ് പതിവ്. എന്റെ സാഹചര്യത്തിൽ ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട്. അവർ തീരാതിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ ഇടപെടാറുള്ളത്. അപ്പോ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കള്, നമ്മുടെ മുന്നിലൊക്കെ ഉസ്താദ്മാര് അതുപോലെ തന്നെ വിധികർത്താക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ ബഹുമാനിക്കേണ്ടവരാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും പാടില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ കൊണ്ടുപോയിരിക്കുന്ന പോസ്റ്റാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണത്. അതിനെ നമ്മൾ അംഗീകരിക്കണം. അതിനെതിരെ നമ്മൾ നിൽക്കാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ഈ മേഖലയെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സന്തോഷിച്ചും പോകണം. പിന്നെ ആ കുട്ടികളൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടികളെ വന്നു, അവരൊക്കെ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന് ശേഷമാണ് അവർ പോയത്, സന്തോഷം കൊണ്ട്. ഞാൻ അവരെ സമാധാനപ്പെടുത്തി. മക്കളെ, അത് വിഷയമില്ല, അതൊക്കെ അള്ളാഹു പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിതിൽ റോളില്ല. ഈ തത്വത്തിലേക്ക് നിങ്ങളൊക്കെ എത്തും. ഞങ്ങൾ ഈ സ്ഥാനത്തൊക്കെ നിങ്ങൾ എത്തുമ്പോൾ ഈ വിഷയം നിങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കും. അത് പറഞ്ഞ് പിന്നെ കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. അൽഹംദുലില്ലാഹ്, എങ്ങനെയൊക്കെ നല്ല രീതിയിൽ തലോടിക്കൊണ്ട് അവരെ പരിപാലിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ വിധികർത്താക്കളും തന്നെ നല്ല നിലക്ക് തന്നെ എല്ലാവരും ചേർന്ന് പോകുന്ന ഒരു മനോഹരമായ ഒരു തലമായിട്ട് ഈ ദഫ്കളി മേഖലയെ കൊണ്ടുപോകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഉത്തരങ്ങൾ കുറച്ച് വിശാലമായിട്ടുണ്ട്. ഈ
ഈ ആൻസർ പറയുമ്പോൾ ഈ ശൈലിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഷ അതിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിക്കോട്ടെ